ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് കോളേജിലേക്കുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണെങ്കിലും ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ മറ്റൊരു ബോഡി ഷേമിങ് കഥയല്ല, ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എന്ത് ചെയ്യുമ്പോഴും വേറെ ഒരാളുടെയെങ്കിലും ഒപ്പീനിയൻ ചോദിച്ചിട്ട് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. കാരണം കോൺഫിഡൻസ് ഇല്ലായ്മ. ഞാൻ ചെയ്യുന്നതും പറയുന്നതൊക്കെ ശരിയാണോ തെറ്റാണെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാം. ബിക്കോസ് എല്ലാവരും എന്നോട് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചിന്തിക്കുന്നത് ഞാൻ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കണമല്ലോ എന്ന് വെച്ചാൽ ഞാൻ ആർക്കും ഇതൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല എന്നല്ല, മാക്സിമം അത് ഒഴിവാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. മെലിഞ്ഞവെന്ന് മാത്രമല്ല, കറുത്ത കുട്ടി എന്നുള്ള അഭിസംബോധന കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്റെ ചേച്ചിക്കും അനിയത്തിക്കും എന്നെക്കാൾ കളർ കൂടുതലായതുകൊണ്ട് ഇന്നും ഈ പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത്. ഞങ്ങൾ മൂന്നുപേരും 3 സ്ഥലത്തുനിന്ന് വളർന്നുകൊണ്ട് വല്ല പ്രോഗ്രാംസിനും ആയിരിക്കും ഒരുമിച്ച് കൂടാറ്. ഞങ്ങൾ ഒരുമിച്ച് കണ്ട പിന്നെ പറയണ്ട, ഈ കുട്ടി മാത്രം എന്താ കറുത്തുപോയെന്നാണ് അവിടുത്തെ സകലമാന ആൾക്കാരുടെ ഡൗട്ട്. ഇന്ന് വിവരമില്ലായ്മയുടെ ഒരു ഭാഗമാണതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിലും കുട്ടിയായിരുന്നു എനിക്ക് അതിനുള്ള ബോധമില്ലായിരുന്നു. അന്ന് അതെന്നെ എത്രത്തോളം വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് ആരും ചിന്തിച്ചിരുന്നു. ഇത് എന്റെ മാത്രം ഉള്ളിൽ കിടന്ന് അവസാനം ഞാനൊരു ഓവർ തിങ്കർ ആൻഡ് ഓൾസോ ആരെന്ത് പറഞ്ഞാലും വിഷമിക്കുന്ന ഒരു സെൻസിറ്റീവ് പേഴ്സണും ആയി. പറയുന്നവർക്ക് ഇതൊരു കാഷ്വൽ ടോക്ക് ആയിരിക്കും, പക്ഷെ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ഞാൻ ഇന്നും അനുഭവിക്കുന്നു. കുട്ടികളോട് ഓരോന്ന് പറയുമ്പോഴേക്കും അത് അവരുടെ ലേറ്റർ ലൈഫിൽ എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു ചിന്തിക്കുന്നത് നന്നായിരിക്കും. നേരത്തെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരാൾക്ക് നിങ്ങൾ തമാശ പറഞ്ഞാൽ പോലും അത് തമാശയായിട്ട് തോന്നണമെന്നില്ല. നമ്മൾ പറയുന്ന വാക്കുകൾ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പറയുന്ന ഓരോ വാക്ക് നമ്മൾ സൂക്ഷിച്ചുപയോഗിക്കും. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.